എല്ലാവർക്കും എജുനെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ ആണ്. ഓൾറെഡി നമ്മൾ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ്റെ ഒരു പാർട്ട് നമ്മൾ നോക്കിയായിരുന്നു. നമ്മൾ നോക്കിയത് കോൺട്രറിയും സബ് കോൺട്രറിയും ആണ്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്നുകൂടെ അത് പറയാം, റിവൈസ് ചെയ്യാം. സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസിന്റെ റിലേഷൻഷിപ്പാണ് നമുക്ക് സ്ക്വയർ ഓഫ് അപ്പോസിഷനിൽ പഠിക്കാനുള്ളത്. അതിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. വ്യത്യാസമുള്ളത് എന്തിലായിരിക്കും? ഒന്നുകിൽ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ രണ്ടിലും വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യം പഠിച്ചത് കോൺട്രറി ആണ്. കോൺട്രറി എന്ന് പറയുമ്പോൾ എന്താണ്? എയും ഇയും, എ പ്രപ്പോസിഷനും ഇ പ്രപ്പോസിഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. എ പ്രപ്പോസിഷനും ഇ പ്രപ്പോസിഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. രണ്ടിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് സെയിം ആണ്. വ്യത്യാസം എന്തിലാണുള്ളത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്വാളിറ്റിയിലാണ്. കാരണം എന്താണ്? എ പ്രപ്പോസിഷൻ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, ഈ പ്രപ്പോസിഷൻ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. ഒന്ന് അഫർമേറ്റീവ്, ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം അവിടെ എന്താണ്, ക്വാളിറ്റിയിലാണ് വ്യത്യാസം ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു, ഇഫ് എ പ്രപ്പോസിഷൻ ഈസ് ട്രൂ, എ പ്രപ്പോസിഷൻ ട്രൂ ആകുകയാണെങ്കിൽ എന്തായിരിക്കും? ഈ പ്രപ്പോസിഷൻ വിൽ ബി ഫോൾസ്. ഈ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. എ പ്രപ്പോസിഷൻ ഫോൾസ് ആണെങ്കിൽ ഈ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഡൗട്ട്ഫുൾ ആയിരിക്കും. ഡൗട്ട്ഫുൾ ആയിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പം ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എയ്തർ ട്രൂ ഓർ ഫോൾസ് ആണ്. ഒന്നുകിൽ ട്രൂ ആകാം, അല്ലെങ്കിൽ ഫോൾസ് ആകാം. ഇപ്പൊ എ പ്രപ്പോസിഷൻ ഫോൾസ് ആണെങ്കിൽ ഈ പ്രപ്പോസിഷൻ എന്താകാനുള്ള സാധ്യതയുണ്ട്? ട്രൂ ആകാനുള്ള സാധ്യതയുണ്ട്, ഫോൾസ് ആകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് എത്തിച്ചേർന്നു. എന്താണ്? ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ എ പ്രപ്പോസിഷൻ ആൻഡ് ഈ പ്രപ്പോസിഷൻ വിച്ച് ക്യാൻ ബി ഫോൾസ് ടുഗദർ ബട്ട് കനോട്ട് ബി ട്രൂ ടുഗദർ. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇതിൽ നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പി വൈക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ ഓഫ് അപ്പോസിഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ്. അത് മാത്രം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? രണ്ടും ഒരേ ടൈമിൽ എന്താകും? ഫോൾസ് ആകും. പക്ഷെ രണ്ടും ഒരേ ടൈമിൽ എന്താകില്ല? ട്രൂ ആകില്ല. കനോട്ട് ബി ട്രൂ ടുഗദർ. നമ്മൾ ഓൾറെഡി കണ്ടു. എ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ ഈ പ്രപ്പോസിഷൻ എന്താകാം? ഫോൾസ് ആകാം. ഒന്നുകിൽ ട്രൂ ആകാം, അല്ലെങ്കിൽ ഫോൾസ് ആകാം എന്നല്ലേ പറഞ്ഞത്? ഡൗട്ട്ഫുൾ ആകാം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ എന്താണ്? എ പ്രപ്പോസിഷൻ ഫോൾസ് ആണെങ്കിൽ ഈ പ്രപ്പോസിഷൻ ഫോൾസ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് രണ്ടും ഒരേ ടൈമിൽ ഫോൾസ് ആകാം. പക്ഷെ ഇവിടെ നോക്കിയേ, എ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ ഈ പ്രപ്പോസിഷൻ എന്താണ്? ഫോൾസ് ആകുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും ട്രൂ ആകില്ല. അപ്പൊ എന്താണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? ഈ ഒരു കോൺട്രറി റിലേഷനിൽ രണ്ടും ഒരേ ടൈമിൽ, അതായത് എ പ്രപ്പോസിഷൻ ഈ പ്രപ്പോസിഷൻ ഒരേ ടൈമിൽ ട്രൂ ആകില്ല. പക്ഷെ എന്താകാം? ഒരേ ടൈമിൽ ഫോൾസ് ആകാം. ഇതിൽ നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കുറച്ചധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? അടുത്ത റിലേഷൻ ആണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സബ് കോൺട്രറി ആണ്. സബ് കോൺട്രറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? ഐ പ്രപ്പോസിഷനും ഓ പ്രപ്പോസിഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. രണ്ടിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണ്? സെയിം ആണ്. വ്യത്യാസമുള്ളത് എന്തിലാണ്? ക്വാളിറ്റിയിലാണ് വ്യത്യാസമുള്ളത്. നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു. എന്താണ്? ഐ പ്രപ്പോസിഷനും ഓ പ്രപ്പോസിഷനും ആണ്. രണ്ടിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് സെയിം ആണ്. ഐ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? പർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. ഓ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്ന് അഫർമേറ്റീവ്, ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പം രണ്ടിന്റെയും ക്വാളിറ്റിയിലാണ് വ്യത്യാസമുള്ളത്. രണ്ടിന്റെ ക്വാണ്ടിറ്റി സെയിം ആണ്, രണ്ടും പർട്ടിക്കുലർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ റിലേഷൻ നോക്കാം. അപ്പൊ എന്താണ് പറയുന്നത്? ഇഫ് ഐ പ്രപ്പോസിഷൻ ഈസ് ട്രൂ ദെൻ ഓ പ്രപ്പോസിഷൻ വിൽ ബി എന്തായിരിക്കും? ഐ പ്രപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ ഓ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഡൗട്ട്ഫുൾ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്, ഡൗട്ട്ഫുൾ ആയിരിക്കും. ഓക്കെ, ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ട്രൂ ഓർ ഫോൾസ് ആണ്. ഒന്നുകിൽ ട്രൂ ആകാം, അല്ലെങ്കിൽ ഫോൾസ് ആവാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയും, ഐ പ്രപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ ഓ പ്രപ്പോസിഷൻ എന്താകാം? ട്രൂ ആകാം. ഓക്കെ ആണല്ലോ. ഇനി ഇഫ് ഐ പ്രപ്പോസിഷൻ ഈസ് ഫോൾസ് ദെൻ ഓ പ്രപ്പോസിഷൻ വിൽ ബി ട്രൂ ആണ്. ഓ പ്രപ്പോസിഷൻ വിൽ ബി ട്രൂ. അപ്പം ഐ പ്രപ്പോസിഷൻ ഫോൾസ് ആണെങ്കിൽ ഓ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടും ഒരേ ടൈമിൽ എന്താകില്ല? ഫോൾസ് ആകില്ല എന്ന് മനസ്സിലാക്കാം. അതായത് ഐ പ്രപ്പോസിഷൻ ഫോൾസ് ആണെങ്കിൽ ഓ പ്രപ്പോസിഷൻ ഒരിക്കലും ഫോൾസ് ആകില്ല. പിന്നെ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇത് വെച്ചിട്ട് നമുക്കൊരു ജനറൽ സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. ഈ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഐ ആൻഡ് ഐ പ്രപ്പോസിഷനും ഓ പ്രപ്പോസിഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. വിച്ച് ക്യാൻ ബി ട്രൂ ടുഗദർ. വിച്ച് ക്യാൻ ബി ട്രൂ ടുഗദർ. രണ്ടും ഒരേ ടൈമിൽ എന്താകാം? ട്രൂ ആകാം. രണ്ടും ഒരേ ടൈമിൽ ട്രൂ ആകാം. അല്ല, ഐ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ ഓ പ്രപ്പോസിഷൻ എന്താകാം?
ട്രൂ ആകാം. ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ഇത് ട്രൂ ഓർ ഫോൾസ് ആണ്. അപ്പൊ ഐ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ ഓ പ്രപ്പോസിഷൻ എന്താകാനുള്ള സാധ്യതയുണ്ട്? ട്രൂ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് പറയാം വിച്ച് ക്യാൻ ബി ട്രൂ ടുഗദർ. രണ്ടും ഒരേ ടൈമിൽ ട്രൂ ആകാം, പക്ഷെ ഒരിക്കലും എന്താകില്ല, വിച്ച് cannot be ഫോൾസ് ടുഗദർ. രണ്ടും ഒരേ ടൈമിൽ എന്താകില്ല, ഫോൾസ് ആകില്ല. ഓക്കെ ആണല്ലോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നായിരിക്കും സബ് കോൺട്രറിയിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ രണ്ട് പോയിന്റ്സ് പ്രധാനമാണ്. ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ഇ വിച്ച് ക്യാൻ ബി ഫോൾസ് ടുഗദർ ബട്ട് cannot be ട്രൂ ടുഗദർ. കോൺട്രറിയിൽ പഠിച്ച റിലേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഐ ആൻഡ് ഒ വിച്ച് ക്യാൻ ബി ട്രൂ ടുഗദർ ബട്ട് cannot be ഫോൾസ് ടുഗദർ. ഇതിൽ നിന്നാണ് സബ് കോൺട്രറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് സബോൾട്ടേൺ റിലേഷൻ ആണ്. സബോൾട്ടേൺ റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? എയും ഐയും തമ്മിലുള്ള റിലേഷൻ സബോൾട്ടേൺ ആണ്. എയും ഐയും തമ്മിലുള്ള റിലേഷൻ സബോൾട്ടേൺ ആണ്. ഇയും ഓയും തമ്മിലുള്ള റിലേഷൻ സബോൾട്ടേൺ ആണ്. ഇയും ഓയും തമ്മിലുള്ള റിലേഷനും സബോൾട്ടേൺ ആണ്. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് പറയാം, എയും ഐയും തമ്മിലുള്ള റിലേഷൻ സബോൾട്ടേൺ ആണ്. അതോടൊപ്പം തന്നെ ഇയും ഓയും തമ്മിലുള്ള റിലേഷനും സബോൾട്ടേൺ ആണ്. നമുക്ക് റിലേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പേര് നമുക്ക് എടുക്കാം. നമുക്കിവിടെ എയും ഐയും എടുക്കാം. എ എന്ന് പറയുന്ന യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, ഐ എന്ന് പറയുന്നത് പർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. അതേപോലെ തന്നെ ഇ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്, ഒ എന്ന് പറയുന്നത് പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റിലേഷൻ നോക്കാം. ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ഐ or E and O having same subject and predicate. നമുക്ക് ഓൾറെഡി അറിയാം സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. വ്യത്യാസം എന്തിലാണുള്ളത്? ഡിഫറെന്റ് ക്വാണ്ടിറ്റി. എന്തിലാണ് വ്യത്യാസമുള്ളത്? ക്വാണ്ടിറ്റിയിലാണ് വ്യത്യാസമുള്ളത്. എ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ആണ്, ഐ എന്ന് പറയുന്നത് പർട്ടിക്കുലർ ആണ്. ഇ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ആണ്, ഒ എന്ന് പറയുന്നത് പർട്ടിക്കുലർ ആണ്. രണ്ടിന്റെയും ക്വാളിറ്റി നോക്കിയേ, എ അഫർമേറ്റീവ് ആണ്, ഐയും അഫർമേറ്റീവ് ആണ്. ഇ നെഗറ്റീവ് ആണ്, ഓയും നെഗറ്റീവ് ആണ്. അപ്പം വ്യത്യാസം എന്തിലാണുള്ളത്? വ്യത്യാസം ക്വാണ്ടിറ്റിയിലാണ് വ്യത്യാസം ഉള്ളത്. ഇനി നമുക്ക് അതിന്റെ റിലേഷൻ നോക്കാം. നമ്മളിവിടെ റിലേഷൻ നോക്കുന്നത് എയും ഐയും തമ്മിലുള്ള റിലേഷൻ ആണ്. ആ സെയിം റിലേഷൻ തന്നെ ആയിരിക്കും എവിടെയും വരുന്നത്, ഇയിലും ഓയിലും വരുന്നത്. അപ്പൊ നമുക്ക് ഒന്നിൻ്റെത് നോക്കാം. ഇവിടെ നോക്കിയേ, ഇഫ് എ പ്രപ്പോസിഷൻ ഈസ് ട്രൂ, എ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ then ഐ പ്രപ്പോസിഷൻ വിൽ ബി ട്രൂ. ഐ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്? ഇഫ് എ പ്രപ്പോസിഷൻ ഈസ് ഫോൾസ് then ഐ പ്രപ്പോസിഷൻ വിൽ ബി ഡൗട്ട്ഫുൾ. അപ്പം എ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ ഐ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഡൗട്ട്ഫുൾ ആയിരിക്കും. ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എയ്തർ ട്രൂ ഓർ ഫോൾസ് ആണ്. അപ്പൊ എ പ്രപ്പോസിഷൻ ഫോൾസ് ആകുകയാണെങ്കിൽ ഐ പ്രപ്പോസിഷൻ എന്താകാനുള്ള സാധ്യതയുണ്ട്? ഫോൾസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നോക്കി, ഒന്നുകൂടെ നോക്കി, ഇഫ് ഐ പ്രപ്പോസിഷൻ ഈസ് ഫോൾസ് then എ പ്രപ്പോസിഷൻ വിൽ ബി ഫോൾസ്. എ പ്രപ്പോസിഷനും ഫോൾസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്കൊരു റിലേഷൻ പഠിക്കാം. ഇങ്ങനെ ചോദിച്ചിട്ടില്ല, എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്കൊരു ജനറൽ സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. രണ്ടും ഒരേ ടൈമിൽ ട്രൂ ആകാം, അല്ലെ? എയും ഐയും ഒരേ ടൈമിൽ എന്താകാം? ട്രൂ ആകാം. അതേപോലെ തന്നെ എയും ഐയും ഒരേ ടൈമിൽ എന്തും ആകാം? ഫോൾസും ആകാം. ഓക്കെ, ഈ ഒരു റിലേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ ചോദിക്കാം, ഇനി അങ്ങോട്ട് ചോദിക്കാം. ഓക്കെ, ഇങ്ങനെ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ എന്താണ്? സബോൾട്ടേൺ റിലേഷൻ ആണ്. ഓക്കെ ആണല്ലേ? ഏറ്റവും കൂടുതൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കോൺട്രറിയിൽ നിന്നും, സബ് കോൺട്രറിയിൽ നിന്നും, കോൺട്രഡിക്ടറിയിൽ നിന്നുമാണ്. ഈ ഒരു രീതിയിൽ ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, വേണമെങ്കിൽ ചോദിക്കാം. അപ്പം രണ്ടും ഒരേ ടൈമിൽ ട്രൂ ആകും, രണ്ടും ഒരേ ടൈമിൽ ഫോൾസും ആകും. ഏത് റിലേഷൻ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സബോൾട്ടേൺ പറയാം. ഇപ്പം എ പ്രപ്പോസിഷനും ഐ പ്രപ്പോസിഷനും പറഞ്ഞ പോലെ നമുക്ക് ഇയും ഓയും പറയാം. ഇങ്ങനെ പറയാം, ഇഫ് ഈ പ്രപ്പോസിഷൻ ഈസ് ട്രൂ then ഓ പ്രപ്പോസിഷൻ വിൽ ബി ട്രൂ. അപ്പൊ ഈ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ ഓ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഓ പ്രപ്പോസിഷനും ട്രൂ ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ്? ഇഫ് ഈ പ്രപ്പോസിഷൻ ഈസ് ഫോൾസ് then ഐ പ്രപ്പോസിഷൻ ഓ പ്രപ്പോസിഷൻ വിൽ ബി ഡൗട്ട്ഫുൾ. അപ്പം ഓ പ്രപ്പോസിഷൻ എന്താകാം? ഡൗട്ട്ഫുൾ ആകാം.
ഈ പ്രപ്പോസിഷൻ ഫോൾസ് ആണെങ്കിൽ ഓ പ്രപ്പോസിഷൻ എന്താകാം ഡൗട്ട്ഫുൾ ആകാം. ഇനി നോക്കിയേ, ഇഫ് ഐ പ്രപ്പോസിഷൻ ഈസ് ഫോൾസ്, ഐ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണ്, സോറി നമ്മൾ ഇവിടെ എന്താണ് പഠിച്ചത്, ഓ പ്രപ്പോസിഷൻ അല്ലേ, ഓ പ്രപ്പോസിഷൻ, ഇഫ് ഓ പ്രപ്പോസിഷൻ ഈസ് ഫോൾസ് ദെൻ ഈ പ്രപ്പോസിഷൻ വിൽ ബി, ദെൻ ഈ പ്രപ്പോസിഷൻ വിൽ ബി ഫോൾസ്. അപ്പൊ നമുക്ക് എന്താണ് എയും ഐയും ആ ഒരു പേരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ റിലേഷൻ തന്നെയാണ് ഇയിലും ഓയിലും ഉള്ളത്. ഓക്കെ, ഇതിന്റെ റിലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയാം. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് കോൺട്രഡിക്ടറി ആണ്, സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻ ആണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻ ആണ്. ഇതിൽ നിന്ന് എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ കോൺട്രഡിക്ടറി റിലേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. കോൺട്രഡിക്ടറി എന്ന് പറയുമ്പോൾ എയും ഒയും തമ്മിലുള്ള റിലേഷൻ കോൺട്രഡിക്ടറി ആണ്, എയും ഒയും തമ്മിലുള്ള റിലേഷൻ കോൺട്രഡിക്ടറി ആണ്. അതേപോലെ തന്നെ ഇയും ഐയും തമ്മിലുള്ള റിലേഷനും കോൺട്രഡിക്ടറി ആണ്. എന്താണ്, എയും ഒയും തമ്മിലുള്ള റിലേഷൻ കോൺട്രഡിക്ടറി ആണ്. അതേപോലെ തന്നെ ഇയും ഐയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, കോൺട്രഡിക്ടറി ആണ്. നമുക്കിവിടെ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്തെടുക്കാം, എയും ഒയും എടുക്കാം. അതേ റിലേഷൻ തന്നെയായിരിക്കും എവിടെ ഉള്ളത്, ഇയിലും ഐയിലും ഉള്ളത്. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് കണ്ടോ. എ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾ മെൻ ആർ മോർട്ടൽ ആണ്. ഓ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സം മെൻ ആർ നോട്ട് മോർട്ടൽ ആണ്. അപ്പൊ അതിന്റെ റിലേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, അത് നോക്കുക, ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ഒ ഓർ ഇ ആൻഡ് ഐ ഹാവിങ് സെയിം സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. രണ്ടിന്റെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് സെയിം അല്ലേ, രണ്ടിലും സബ്ജക്റ്റ് മെൻ ആണ്, രണ്ടിലും പ്രെഡിക്കേറ്റ് മോർട്ടലും ആണ്. വ്യത്യാസം എന്തിലാണുള്ളത്, രണ്ടിലും വ്യത്യാസമുണ്ട്, ബട്ട് ഡിഫർ ഇൻ ബോത്ത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അല്ലെ. ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒരേപോലെ വ്യത്യാസമുണ്ട് അല്ലെ. എ എടുക്കുകയാണെങ്കിൽ അത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, ഒ എടുക്കുകയാണെങ്കിൽ അതെന്താണ്, പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. അപ്പൊ എന്തിലും വ്യത്യാസം വന്നു, രണ്ടിലും വ്യത്യാസം വന്നു, ക്വാണ്ടിറ്റിയിലും വന്നു, ക്വാളിറ്റിയിലും വന്നു. ഇനി നമുക്ക് റിലേഷൻ പഠിക്കാം. ഇതിന്റെ റിലേഷൻ സിമ്പിൾ ആണ് പഠിക്കാൻ. ഇതിന്റെ റിലേഷൻ നോക്കി, ഇഫ് എ പ്രപ്പോസിഷൻ ഈസ് ട്രൂ ദെൻ ഓ പ്രപ്പോസിഷൻ വിൽ ബി ഫോൾസ്. ഒരു പ്രപ്പോസിഷന്റെ ട്രൂത്ത് വാല്യൂവിന്റെ ഡിനേയിലായിരിക്കും അടുത്ത പ്രപ്പോസിഷൻ. ഇപ്പൊ നമ്മൾ എയും ഒയും എടുക്കുവാണ്, രണ്ട് പേഴ്സ് ആണ് അല്ലെ. ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫോൾസ് ആയിരിക്കും, ഒന്ന് ഫോൾസ് ആണെങ്കിൽ മറ്റേത് ട്രൂ ആയിരിക്കും. ഇതേ റിലേഷൻ തന്നെ നമുക്ക് ഈലും ഐയിലും പറയാം, ഈലും ഐയിലും ഇതേ റിലേഷൻ തന്നെ പറയാം. എന്താണ്, ഈ ട്രൂ ആണെങ്കിൽ ഐ ഫോൾസ് ആയിരിക്കും, അതേപോലെ തന്നെ ഈ ഫോൾസ് ആണെങ്കിൽ ഐ ട്രൂ ആയിരിക്കും. ഓക്കെ ആണോ. അപ്പം നമുക്ക് ഈ റിലേഷൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ, ഇഫ് എ പ്രപ്പോസിഷൻ ഈസ് ഫോൾസ് ദെൻ ഓ പ്രപ്പോസിഷൻ വിൽ ബി ട്രൂ. ഓ പ്രപ്പോസിഷൻ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അപ്പൊ ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫോൾസ് ആയിരിക്കും, ഒന്ന് ഫോൾസ് ആണെങ്കിൽ മറ്റേത് ട്രൂ ആയിരിക്കും. ഇപ്പം ഓ ട്രൂ ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം എ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. അപ്പം ഒരു പ്രപ്പോസിഷന്റെ ട്രൂത്ത് വാല്യൂവിന്റെ ഡിനേയിലായിരിക്കും മറ്റേ പ്രപ്പോസിഷൻ. ഓക്കെ ആണല്ലോ. ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. മാക്സിമം ഇതുവരെ ചോദിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമുക്ക് വരാം. ഇത് തന്നെ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ട്രിക്കിലൂടെ നമുക്ക് ഈ റിലേഷൻ കണ്ടുപിടിക്കാം. ഇത് കാണാണ്ട് പഠിക്കേണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടേബിളിലൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് കണ്ടുപിടിക്കാം. ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കുക, അതിന്റെ മുകളിൽ എന്ത് വരയ്ക്കുക, എ ഇ ഐ ഒ മൂന്ന് പ്രപ്പോസിഷൻസ് എഴുതുക, മൂന്ന് പ്രപ്പോസിഷൻസ് എഴുതുക. എ ഇ ഐ ഒ എന്ന് പറഞ്ഞ മൂന്ന് പ്രപ്പോസിഷൻസ് എഴുതുക. എന്നിട്ട് നോക്കിയേ, ഇതിന്റെ ക്രോസ് നോക്കിയേ, ക്രോസിൽ ക്യാപിറ്റൽ ടി കൊടുക്കുക, ക്രോസിന് ഫുൾ ക്യാപിറ്റൽ ടി ഇട്ട് പോവുക. അതേപോലെ തന്നെ ഈ ഒരു ക്രോസ് കണ്ടോ, ക്യാപിറ്റൽ എഫ് കൊടുക്കുക, ക്യാപിറ്റൽ എഫ് കൊടുക്കുക. എന്നിട്ട് താഴെ രണ്ടിടത്ത് എന്ത് കൊടുക്കുക, താഴെ രണ്ടിടത്ത് ഡി കൊടുക്കുക, ക്യാപിറ്റൽ ഡി കൊടുക്കുക. അതേപോലെ അതിന്റെ മുകളിലും രണ്ട് സ്പേസ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്, അവിടെയും ഈ താഴെ കൊടുത്തതുപോലെ തന്നെ രണ്ട് ഡി കൊടുക്കുക. അപ്പൊ ഇവിടെ രണ്ടിടത്തും വരും, അവിടെ രണ്ടിടത്ത് എന്ത് കൊടുക്കുക, ഒരിടത്ത് ഇവിടെ എഫ് കൊടുക്കുക, ഇവിടെ ടി കൊടുക്കുക. ഈ എഫ് ടി കൊടുത്തതുപോലെ തന്നെ തൊട്ട് മുകളിലും എന്ത് കൊടുക്കുക, എഫ് ടി കൊടുക്കുക. വേണമെങ്കിൽ ഞാനിതൊന്ന് എഴുതും. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഞാൻ വരച്ച് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കുക,
ഓക്കെ, എന്ത് ഇവിടെ എങ്ങനെയാണ് ക്യാപിറ്റൽ ഡി കൊടുക്കുക, ഇവിടെ നിന്ന് ക്യാപിറ്റൽ എഫ് കൊടുക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ 2 സ്പേസ് കിടപ്പുന്നുണ്ട്, അവിടെ നിന്ന് ക്യാപിറ്റൽ ഡി കൊടുക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ ആ സ്പേസ് കിടപ്പുണ്ട്, ക്യാപിറ്റൽ ഡി കൊടുക്കുക. ഇവിടെ സ്മോൾ എഫ് കൊടുക്കുക, സ്മോൾ ടി കൊടുക്കുക. ഇതേപോലെ തന്നെ ഇവിടെ സ്മോൾ എഫ് കൊടുക്കുക, സ്മോൾ ടി കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് കിട്ടും. ഇതിൻ്റെ മുകളിൽ എ പ്രപ്പോസിഷൻ, ഇ പ്രപ്പോസിഷൻ, ഐ പ്രപ്പോസിഷൻ, ഒ പ്രപ്പോസിഷൻ ഇങ്ങനെ എഴുതുക. ഇനി എക്സാമിന് ഇപ്പം നമുക്ക് ആ റിലേഷൻ തന്നെ എടുക്കാം. റിലേഷൻ്റെ നോക്കാം. ഇവിടെ നോക്കിയേ, ഇയും എയും ഇയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? കോൺട്രറി റിലേഷൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു, ഇഫ് എ പ്രപ്പോസിഷൻ ഈസ് ട്രൂ, എ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ ഈ പ്രപ്പോസിഷൻ എന്താകും എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത്. നോക്കിയേ, അപ്പൊ എ പ്രപ്പോസിഷന് താഴെയുള്ള ക്യാപിറ്റൽ ടി എടുക്കുക, സ്മോൾ ടി എടുക്കരുത്, ക്യാപിറ്റൽ ടി തന്നെ എടുക്കുക. അപ്പം എ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ എന്ന് സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ പ്രപ്പോസിഷന്റെ താഴെയുള്ള ക്യാപിറ്റൽ ടി നോക്കുക. ഒരു ടി മാത്രമേ ഉള്ളൂ, അത് ആദ്യം തന്നെ കിടപ്പുണ്ട്. അപ്പൊ ഈ പ്രപ്പോസിഷന്റെ ട്രൂത്ത് വാല്യൂ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഈ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ആ റിലേഷൻ എടുത്ത് നോക്കിയാൽ അത് ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ. ഈ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞായിരുന്നു, എ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ, എ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ അപ്പം നമ്മൾ 2 എഫ് കിടപ്പുണ്ട്, ക്യാപിറ്റൽ എഫ് മാത്രമേ നമ്മൾ എടുക്കാവൂ. ക്യാപിറ്റൽ എഫ് എടുക്കുക. അപ്പം എന്നിട്ട് നമ്മൾ ഈ പ്രപ്പോസിഷനിലോട്ട് നോക്കുക. അപ്പൊ ഈ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഡൗട്ട്ഫുൾ ആയിരിക്കും. അപ്പൊ എ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ ഈ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഡൗട്ട്ഫുൾ ആയിരിക്കും. അപ്പം കോൺട്രറി റിലേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? സബ് കോൺട്രറി ആണ്. സബ് കോൺട്രറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? സബ് കോൺട്രറി എന്ന് പറയുമ്പോൾ ഐയും ഓയും തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഐ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ ഐ പ്രപ്പോസിഷന്റെ താഴെയുള്ള ക്യാപിറ്റൽ ടി എടുക്കുക. സ്മോൾ ടി ഉണ്ട്, സ്മോൾ ടി ഒരിക്കലും എടുക്കരുത്, ക്യാപിറ്റൽ ടി എടുക്കുക. ക്യാപിറ്റൽ ടി ഇപ്പൊ എന്താണ്? ഐ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ ഓ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഓ പ്രപ്പോസിഷൻ ഡൗട്ട്ഫുൾ ആയിരിക്കും. നമ്മൾ റിലേഷനിൽ പഠിച്ചതാണ്. ഇനി ഐ പ്രപ്പോസിഷൻ ഫോൾസ് ആണെങ്കിലോ? ഐ പ്രപ്പോസിഷൻ ഫോൾസ് ആണെങ്കിൽ ഓ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, ഓ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ, ഓ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ ഐ പ്രപ്പോസിഷൻ ട്രൂ ആയിരിക്കും. അതേപോലെ തന്നെ ഓ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ ഐ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഡൗട്ട്ഫുൾ ആയിരിക്കും. നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇനി കോൺട്രഡിക്ടറി നോക്കിയാൽ, കോൺട്രഡിക്ടറി നമ്മൾ പറഞ്ഞത് എയും ഓയും തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രഡിക്ടറി. അപ്പൊ എ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ ഓ പ്രപ്പോസിഷൻ ഫോൾസ് ആയിരിക്കും, നേരെ ഓപ്പോസിറ്റ് വരും. അതേപോലെ തന്നെ എ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ ഓ പ്രപ്പോസിഷൻ എന്ത് വരും? ട്രൂ വരും. ഇപ്പൊ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടേബിളിൽ നിന്ന് സിമ്പിൾ ആയിട്ട്, ഈ സ്ക്വയറിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ആൻസറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ വേറൊരു രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ആപ്ലിക്കേഷൻ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ചോദിക്കും, ഐ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ, ഐ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ ഈ എ ഓ എന്താകും എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മൾ ഐ പ്രപ്പോസിഷന്റെ താഴെ ക്യാപിറ്റൽ ടി എടുക്കുക. ഓക്കെ, ഐ പ്രപ്പോസിഷന്റെ താഴെയുള്ള ക്യാപിറ്റൽ ടി എടുത്തിട്ട് നമ്മൾ എഴുതിയത് ഈ പ്രപ്പോസിഷൻ ഫോൾസ് ആയിരിക്കും, ഈ പ്രപ്പോസിഷൻ ഫോൾസ് ആയിരിക്കും. അതേപോലെ തന്നെ എ പ്രപ്പോസിഷൻ ഡൗട്ട്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഓ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഡൗട്ട്ഫുൾ ആയിരിക്കും. ഈ രീതിയിലൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഏതൊരു ആപ്ലിക്കേഷൻ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ആൻസറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.